പ്രിയ സുഹൃത്തുക്കളെ, മലയാളികളെ, നല്ലവരായ നാട്ടുകാരെ, നല്ല നമസ്കാരം. ഞാൻ കുരിശി വീട്ടിൽ ജോൺ മകൻ അഗസ്റ്റിൻ, പേരാദ്യമായിട്ട് പറയണം. ഈ വീഡിയോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇടുകയാണ്. ഇപ്പോൾ കേരളത്തിലങ്ങാട് ഇലക്ഷൻ്റെ ചൂടും അല്ലാതെയുള്ള ചൂടുമൊക്കെ കൂടി ആകെ ഒരു കലങ്ങിമറിഞ്ഞ അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രി ഇത്തിരി മഴയുണ്ടായെങ്കിലും അത് കാര്യമായി തണുപ്പിച്ചിട്ടില്ല. കേരളത്തിലിങ്ങനെ ചൂട് കൂടി യെല്ലോ അലർട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ജനങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കൂടെ ഈ ഇലക്ഷൻ പ്രചരണം, അപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും തൊഴിലാളികളുണ്ടല്ലോ. സ്ഥാനാർത്ഥിമാർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും തൊഴിലാളികളെയും കൂടി ഇറക്കിയിട്ടാണ് ആളെ കൂട്ടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ചറിയാം. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മാധ്യമങ്ങളും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പുതിയ സാധനം അടിച്ചിറക്കുന്നത്. കോൺഗ്രസിനെ ഏറ്റവും ശക്തമായിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് BJP ആണ്. BJPയുടെ അടിസ്ഥാന മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്നാണ് അവർ പറയണത് എന്ന് കോൺഗ്രസ് പറയുന്നു. BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ വിചാരധാര എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ എഴുതി പിടിപ്പിച്ചേക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും രാജ്യത്തെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കളല്ല മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, മൂന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ മൂന്ന് സാധനം അവർ പറയുന്ന ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതാണ് അവരുടെ മുഖ്യ ശത്രുക്കൾ. കേരളത്തിൽ ഉറപ്പായിട്ടും അത് CPIM ഇടതുപക്ഷ പാർട്ടികളുമാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷവും RSSും ശക്തമായ എതിർചേരിയിൽ നിന്ന് ആളെ കൊന്ന് നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ CPM RSS സംഘടനത്തിൽ മരിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശത്രു അതാണെന്നും നമുക്കറിയാം. അതിന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ BJP കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കുമെന്ന് പറയണതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനത് ആലോചിക്കണേന് അതിന് സാധൂകരിക്കുന്ന രീതിയിലൊന്നും കാണുന്നില്ല. അതായത് ഇപ്പോൾ BJPയിലുള്ള MP-മാരും MLA-മാരും പല സംസ്ഥാനങ്ങളിലുമുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം, അതായത് പകുതിയിൽ കൂടുതലും 60% മേളിൽ സംഭാവന ചെയ്തേക്കണ കോൺഗ്രസ് പാർട്ടിയാണ്. BJPയിലുള്ള MP-മാരിൽ 60% മേളിൽ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ടിരുന്നവരാണ്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടും ഭൂരിപക്ഷം സീറ്റ് കിട്ടിയിട്ട് 2-3 സീറ്റുള്ള BJPയിലോട്ട് മൊത്തമായിട്ട് ആൾക്കാർ മാറിയത്. അത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും അതിനു മുമ്പ് ഗോവയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസ് മൊത്തമായിട്ട് അങ്ങോട്ട് പോണേന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന പാർട്ടി BJPയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ MP-മാരെയും MLA-മാരെയും നേതാക്കന്മാരെയും സംഭാവന ചെയ്യുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിൽ ഇല്ലാണ്ടാകണമെന്ന് BJP ഒരു കാരണവശാലും അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കത്തില്ല. രാഷ്ട്രീയ പ്രസംഗത്തിലൊക്കെ ചുമ്മാ തള്ളിയേക്കാം. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് നമ്മുടെ രാജ്യത്ത് വളരണമെങ്കിൽ കോൺഗ്രസ് വേണം. കോൺഗ്രസ്സാണ് അവർക്ക് നേതാക്കന്മാരെയും MP-മാരെയും MLA-മാരെയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പല സംസ്ഥാനങ്ങൾ നിന്ന നിപ്പിൽ ഒറ്റ രാത്രി കൊണ്ട് അങ്ങോട്ട്
BJP-യിലോട്ട് പോയിട്ട് BJP മന്ത്രിസഭ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ നേരിട്ട് കാണുന്നത്. ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഒരു പഞ്ചായത്ത് മൊത്തം കോൺഗ്രസ് മെമ്പർമാരും BJP-യിൽ പോയിട്ട് BJP-യുടെ ഒപ്പം ഭരിക്കണത് കണ്ട്. അങ്ങനെ കേരളത്തിൽ പലയിടത്തും ഉണ്ട്, രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. പല സംസ്ഥാനങ്ങളും മൊത്തമായിട്ട് BJP-യിലോട്ട് കൂറുമാറിയത് കണ്ടിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പോലും കോൺഗ്രസ് നേതാക്കന്മാരാണ്. പാർലമെൻറ്റിലുള്ള BJPയുടെ MP-മാരിൽ പകുതിയിൽ കൂടുതലും കോൺഗ്രസ് പാർട്ടിക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് ഇല്ലാണ്ടാകണമെന്ന് BJP ചിന്തിക്കുമെന്ന് സാമാന്യ ബോധമുള്ള യുക്തിചിന്തയുള്ള ഒരുത്തനും സമ്മതിക്കത്തില്ല. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 1960 EMS-നെതിരായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യൊക്കെ ഒരുമിച്ച് സ്ഥാനാർത്ഥി നിർത്തി ഡീലൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ ഡീലിനെയൊക്കെ ഇടതുപക്ഷം തരണം ചെയ്തു. അവർ 3 പേരും കൂടി നിന്നിട്ടും EMS-നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ 70-കളിൽ AKG-ക്കെതിരെയും മത്സരിച്ചു. ആ ഡീലും കേരളത്തിലെ ജനങ്ങൾ 8 നില പൊട്ടിച്ച് ആ കോളിബി സഖ്യത്തിന് തോൽപ്പിച്ചു. ആകെ ഉണ്ടായ BJP-യുടെ ഒരു വിജയമെന്ന് പറയാൻ പറ്റുന്നത് നേമത്തൊരു MLA കിട്ടിയെന്നുള്ളത്. അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം, കോൺഗ്രസിൻ്റെ 10-30,000 വോട്ട് എങ്ങാടോ ആവിയായി പോയത് ഇതുവരെ കോൺഗ്രസ്സുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി നേമത്ത് എങ്ങനെ ഒരു BJP MLA ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം പാർലമെൻറ്റിലോട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അവിടെയും ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ 100,000-ഓളം വോട്ട് കാണാണ്ട് പോയി. അതിനേക്കാളും കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കോൺഗ്രസ് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കണേണ് അവരുടെ വോട്ട് എങ്ങാണ്ട് പോയില്ല. അത് ഡീലാണെന്നൊന്നും കോൺഗ്രസ് ഇതേവരെ സംഭവിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ അവർ ഡീലും കൊണ്ടിറങ്ങിയേക്കുക. അതായത് അവർക്ക് മനസ്സിലായി കേരളത്തിൽ 3-ാം പ്രാവശ്യം തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ UDF-ൻ്റെ കാര്യം കട്ടപ്പുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. അതിൽ ഏകദേശം നല്ലൊരു ശതമാനം നേതാക്കന്മാരും ഇലക്ഷൻ റിസൾട്ട് UDF-നെതിരായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് വളരെ ദയനീയമായി പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ്സിലുള്ള മിക്ക നേതാക്കന്മാരും BJP-യിലോട്ട് പോകും. ഇത് പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടാണ്. ഇവിടെയും കാണാം. ഇവിടെയും ഇപ്പോൾ കോൺഗ്രസ് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിൽ നല്ലൊരു വിഭാഗം പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അത് പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് LDF-നെതിരെ മത്സരിച്ച ആൾക്കാർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഡീല് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും കോൺഗ്രസ് പരാജയം മണത്തുന്നു. കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. BJP ഇല്ലാണ്ടായാൽ പോലും കോൺഗ്രസിനെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റത്തില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ BJP-ക്ക് ആളെ കിട്ടുന്നതും BJP-ക്ക് MLA-മാരെയും MP-മാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ കിട്ടുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അവരങ്ങോട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് പാല് ചുരത്തുന്ന ഒരു സാധനത്തിന്, നല്ലൊരു പശുവിനെ നമ്മൾ കൊല്ലില്ലല്ലോ. മുട്ടയിടുന്ന കോഴിനെയും നമ്മൾ കൊല്ലില്ല. അതുപോലെ തന്നെ BJP-യുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ ആരെങ്കിലും കിട്ടും. ഡൽഹി തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ട് ആം ആദ്മി പാർട്ടി അരവിന്ദ് കേജ്രിവാളും ഒക്കെ ഭയങ്കര അഴിമതിക്കാരാണ്, ആനയാണ് കൂനയാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പോയിട്ട് കേസ് കൊടുത്ത് ഒരു കേസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന BJP-ക്കാർ അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിട്ടു. അതിൻ്റെ ഫലമായിട്ട് ഡൽഹിയിലെ ജനങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം അങ്ങനെ തന്നെ BJP-ക്ക് പോയി. നന്നായിട്ട് ഒരു 10 വർഷം നല്ല രീതിയിൽ ഡൽഹിയിലെ ജനങ്ങൾ നല്ല രീതിയിൽ സേവിച്ച ഈ മോഹൻലാൽ ക്ലിനിക്കായാലും അങ്ങനെ പല കാര്യങ്ങളും, ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ സർവീസ്, അതൊക്കെ കൊടുത്ത് മലയാളികൾ നല്ല ഒരു ശതമാനം അവിടെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതം കുട്ടിച്ചോറാക്കി കോൺഗ്രസ്. അതിന് മുന്നിട്ടിറങ്ങിയത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. അവസാനം അവർ പൂജയായെന്ന് മാത്രമല്ല, ആ സംസ്ഥാനം ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം അങ്ങനെ തന്നെ കൊണ്ടുപോയി BJP-യുടെ കൈ കൊടുത്തു.
ഇപ്പോൾ സുപ്രീം കോടതി അയാൾക്കെതിരായിട്ടുള്ള കേസ് മൊത്തം അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞു. അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിലുള്ള ആൾക്കാരെ വിടുക. അവർ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിന് ജയിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അവർ പറയണതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇന്ത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇതുപോലെ എന്താ പറയണ BJP ആയിട്ട് ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഒന്നില്ലെങ്കിൽ അയാൾ കോൺഗ്രസ് രാജ്യ നേതൃത്വം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വം, ഇവരുടെ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ ടീം ഇടതുപക്ഷത്തിന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കണം. പിന്നെ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ DMK മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ DMK-നോട് പറഞ്ഞിട്ട് CPM-നെ ഇടതുപക്ഷ പാർട്ടികളെ അതിൽ നിന്ന് പുറത്താക്കണം. അത് പുറത്താക്കിയില്ലെങ്കിൽ അവരതിൽ നിന്ന് മാറിയിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കണം. എന്നിട്ട് വന്നിട്ട് കേരളത്തിൽ പറയണം കേരളത്തിൽ CPM BJP-യുടെ സപ്പോർട്ടാണ്. അതായത് കേരളത്തിൽ എന്താ പറയണത്, UDF അല്ലെങ്കിൽ കോൺഗ്രസ് നല്ല രീതിയിൽ തോക്കുമെന്ന് ഡൽഹിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും വരെ മനസ്സിലായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കോൺഗ്രസ് പാർട്ടി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ രാജ്യത്തുള്ള ഏത് പാർട്ടിനെയും BJP ആയിട്ട് കൂട്ടിക്കെട്ട് നോക്കാൻ പോയി കഴിഞ്ഞാലും ഏറ്റവും നല്ല ബന്ധം BJP-നെ വളർത്തിക്കൊണ്ടുവരുന്ന, അവർക്ക് ആവശ്യത്തിനനുസരിച്ച് MP-മാരെയും MLA-മാരെയും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ഇരുന്നൊന്ന് ചിന്തിക്കണം. ഇതിൻ്റെ പിന്നിൽ കേരളത്തിലുള്ള മൊത്തം മുസ്ലിങ്ങളും UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും, സാധാരണ ആഹാരം കഴിക്കണവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മാക്സിമം ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവനും കോൺഗ്രസ്സിന് കിട്ടാൻ വേണ്ടിയാണ് ഈ പറയണതെന്നൊക്കെ എന്താ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ലേ? അവരൊക്കെ കഴുതകളാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ BJP പറയണത് രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും അട്ടിപ്പേറവകാശം അവരിക്കാണെന്നാണ്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. അതായത് കേരളത്തിലുള്ള കംപ്ലീറ്റ് ഹിന്ദുക്കളുടെയും അട്ടിപ്പേറവകാശം BJP-ക്ക് എന്ന പോലെ തന്നെ BJP-ക്ക് എന്ന് പറയണത് പോലെ തന്നെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെയും അട്ടിപ്പേറവകാശം UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിനാണെന്ന് പറഞ്ഞു വെക്കുക ചെയ്യണത്. അതായത് ഞങ്ങൾ തോക്കാൻ പോണേണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മുസ്ലിമും ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്, കാരണം അവർ BJP-യുടെ സപ്പോർട്ടാണ്. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ പറയണ നമ്മുടെ കേരളത്തിലുള്ള അഭ്യസ്തവിദ്യരായ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ള എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ്സോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ പറയണതനുസരിച്ച് വോട്ട് ചെയ്യും. അത് തന്നെ ക്രിസ്ത്യാനികളും ബുദ്ധിയൊന്നും ഇല്ലാത്ത അടിമകളായിട്ടുള്ളവരല്ല. കുറേ ശതമാനമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എന്നാലും കോൺഗ്രസ് പറയണത് കേട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയണത് കേട്ടോ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാവരും കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ വോട്ട് ചെയ്യുമെന്ന് എനിക്കൊന്നും വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ തന്നെ പല എന്താ പറയണ, പ്രത്യേകിച്ച് എറണാകുളത്തും കൊച്ചിയിലൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് സഭയും കത്തോലിക്ക സഭയും മെത്രാന്മാരും ഒക്കെ പറഞ്ഞിട്ട് പോലും അവിടെയൊക്കെ കൊച്ചിയിൽ മുസ്ലിം സ്ഥാനാർത്ഥിനെ കൊണ്ടുപോയി നിർത്തിയേക്കണം. അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും മുസ്ലിങ്ങളെ വോട്ട് ചെയ്യണമെന്ന് പറയുക. പിന്നെ LDF-ന് വോട്ട് ചെയ്തത് അവർ BJP-നെ സപ്പോർട്ട് ചെയ്യണതാണ്, ഹിന്ദു പാർട്ടിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഈ ഡീലിൻ്റെ പിന്നിലുള്ള അവരുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ ഉഡായിപ്പ് നയം. പച്ചക്ക് വർഗീയത പറയണില്ലെങ്കിലും വളഞ്ഞ വഴിയിൽ ഡീലെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തോക്കാൻ പോണേണ്, അതുകൊണ്ട് കേരളത്തിലുള്ള വിശ്വാസികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ
രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും മുതലുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കരഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ കാല് പിടിക്കുന്നത്. ഇതിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത അല്ലെ മതം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ത്രീനെക്കുറിച്ച് അവർ പറഞ്ഞില്ലേ, അവരുടെ സൗന്ദര്യം വിൽക്കാൻ വെച്ചിട്ടാണ് വോട്ട് വാങ്ങണമെന്ന്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെയും ക്രിസ്ത്യൻ സമുദായത്തിനെയും വിൽപ്പന ചരക്കായിട്ട് വെച്ചിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി അല്ലെങ്കിൽ UDF ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് യാചിക്കണ ഒരു സീനാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ നല്ല സ്ഥാനാർത്ഥിനെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുക. പക്ഷേ ഈ പറയുന്ന ഇത് നോക്കി മാത്രം വോട്ട് ചെയ്യരുത്. ഇത് ശരിയല്ല. കേരളത്തിൽ സമാധാനമായിട്ട് ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും വിഷു, ഓണം, റംസാൻ, ബക്രീദ്, ഈസ്റ്റർ, ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ ജാതിയും മതവും ഒന്നും കൊണ്ടുവന്ന് അത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടായിട്ട് ഡീലാണ് ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിചാരിച്ചത്. ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങളുടെ തീരുമാനം മാറ്റണ്ട. നിങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് നിർബന്ധമായിട്ടും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് രേഖപ്പെടുത്തുക. 5 വർഷത്തിലൊരിക്കൽ കുറച്ച് സമയം അതിന് പോയി ക്യൂ നിന്നാലും കുഴപ്പമില്ല. നിർബന്ധമായിട്ട് വോട്ട് ചെയ്യുക, മാതൃകാപരമായി വോട്ട് ചെയ്യുക. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ കേരളത്തിലെ ഇലക്ഷൻ പിന്നെ 10 ദിവസവും 11 ദിവസവും കൂടി ഉള്ളൂ. ഇതുവരെ ഒരു പാർട്ടികൾ പോലും അവരുടെ പ്രകടന പത്രിക അല്ലെങ്കിൽ മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് ഞങ്ങളെ ജയിപ്പിച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു. വികസന കാഴ്ചപ്പാടും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അത് നോക്കി വോട്ട് ചെയ്യുക. ആരാണ് നല്ലത് ചെയ്യുന്നതെന്ന്, നല്ലത് പ്രഖ്യാപിക്കുന്നതെന്ന് നോക്കി ചെയ്യുക. പിന്നെ അവരുടെ ചരിത്രവും കൂടി നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ജാതി മതം ഒന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ പുച്ഛിച്ച് തള്ളണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല നമസ്കാരം. താങ്ക് യു. ഇന്ന് കോഴിക്കോട്ടെ പെരുന്നാളാണ്. എല്ലാവർക്കും കോഴിക്കോട്ടെ തിരുനാൾ ആശംസകൾ. ഓക്കെ.